ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇത് ഇന്ത്യൻ പൊളിറ്റി അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സാണ്. PSC, UPSC മത്സര പരീക്ഷകളിൽ എല്ലാത്തരം പരീക്ഷകളിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് പൊളിറ്റി അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഏരിയ. അതുകൊണ്ട് തന്നെ ഒരു മത്സര പരീക്ഷയിൽ വിജയിച്ച് കയറുന്നതിന്, ഉന്നത വിജയം നേടുന്നതിന് ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവ് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വളരെ കാര്യമായ രീതിയിൽ തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഈ വിഷയം നിങ്ങൾ പഠിക്കണം എന്ന് മാത്രം ഞാൻ ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, ഇത് ഫ്രം ദി വെരി ബിഗിനിങ് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. ഒരു മത്സര പരീക്ഷയ്ക്ക് ആവശ്യമുള്ള വസ്തുതകളെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ഞാൻ പൊളിറ്റി പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും വിജയമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവസരങ്ങളുടെ ലോകത്താണ് ജീവിക്കുന്നത്. ഒരുപാട് അവസരങ്ങൾ PSC തലത്തിലും UPSC തലത്തിലും നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഉദ്യോഗം നേടാനുള്ള നിരവധി അവസരങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത്. അവസരങ്ങളുടെ വിശാലമായ ഒരാകാശമാണ് നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നത്. എന്തിനും അടിച്ചു നിൽക്കുന്നു? പറന്നുയരുക ആ ആകാശത്തേക്ക്. അങ്ങനെ അവസരങ്ങളുടെ ആകാശത്തേക്ക് പറന്നുയരാൻ, നിങ്ങളുടെ ചിറകുകൾക്ക് കരുത്ത് പകരാൻ സഹകാരി റൈസ് പ്ലസിൻ്റെ ക്ലാസ്സുകൾക്ക് കഴിയട്ടെ. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക്. ഞാൻ ചന്ദ്രബാബു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബിഗിനിങ് മുതലാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലെ ആദ്യത്തെ പോർഷൻ നിങ്ങൾക്കറിയാം, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് മലയാളത്തിൽ പറയും. നമുക്ക് വളരെ വിശദമായി തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു ഈ അസംബ്ലിയെക്കുറിച്ച്. വാട്ട് ഡു യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഫ്രെയിംഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ദാറ്റ് മീൻസ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മീൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ബോഡി ഓഫ് ഇന്ത്യ. ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമിതിയാണ്. എ ബോഡി created for the purpose of framing and revising Constitution of India. That is called Constituent Assembly, ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കണം, ദി ഐഡിയ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന ആശയം, ദി ഐഡിയ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹൂം? പരീക്ഷയ്ക്ക് ചോദിക്കും. ഇന്ത്യൻ ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് MN റോയ്. അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഡു യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ ആദ്യ ക്ലാസ്സാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് അക്കോർഡിംഗ് ടു വിച്ച് എ സ്റ്റേറ്റ് ഈസ് ഗവേൺഡ്. ഒരു രാഷ്ട്രം ഭരിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാന നിയമസംഹിത. Constitution may be defined as fundamental principles according to which a state is governed. It is a basic law of land. It defines the activities and powers of three wings of government: the legislature, the executive and the judiciary. ഏതൊരു ജനാധിപത്യ പ്രക്രിയയിലും ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകണമെങ്കിൽ 3 ഘടകങ്ങൾ ഉണ്ടാകണം. ഏതൊക്കെയാണ്? ദി ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ സഭ; ദി എക്സിക്യൂട്ടീവ്, ആ നിയമം നടപ്പിലാക്കുന്ന കാര്യനിർവഹണ സഭ; അടുത്ത എന്താണ്? രാജ്യത്തിൻ്റെ നീതി പരിപാലനത്തിനായി ദി ജുഡീഷ്യറി, നീതി നിർവഹണ സഭയെന്നോ വിഭാഗമെന്നോ പറയാം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇറ്റ് ഡിഫൈൻസ് ദി ആക്ടിവിറ്റീസ് ആൻഡ് പവേഴ്സ് ഓഫ് 3 വിങ്സ് ഓഫ് ഗവൺമെൻറ്: ദി ലെജിസ്ലേച്ചർ, ദി എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. വാട്ട് ഈസ് ദി പവർ ഓഫ് എക്സിക്യൂട്ടീവ് ഓർ ലെജിസ്ലേച്ചർ ഓർ ജുഡീഷ്യറി? വളരെ വ്യക്തമായി ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ദീസ് 3 ഓർഗൻസ്? ഈ 3 ഘടകങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണ്? ഏതുവരെ അധികാരമാകാം?
എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ മേ ബി ഡിഫൈൻഡ് as ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് അക്കോർഡിംഗ് ടു വിച്ച് എ സ്റ്റേറ്റ് ഈസ് ഗവേൺഡ്. ഇറ്റ് ഈസ് ദി ബേസിക് ലോ ഓഫ് ലാൻഡ്. ഇത് രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമ സംഹിതയാണ് എന്ന് പറഞ്ഞാൽ ഓൾ അതർ ലോസ് ക്യാൻ ബി ഫോർമുലേറ്റഡ് only on the basis of Constitution of India. If an unconstitutional law is formulated by the assembly, such a law can be suspended by the court by using the power of judicial review power. നമ്മൾ പിന്നീട് പഠിക്കും. A special power of court to review the law formulated by parliament or state legislative assemblies. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ്? അതിന് അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. സംസ്ഥാനത്തേക്ക് വന്നാൽ നിയമനിർമ്മാണ സഭകൾക്കാണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കണം ഈ നിയമനിർമ്മാണ സഭകൾ നിർമ്മിക്കേണ്ടത്? തീർച്ചയായിട്ടും കോൺസ്റ്റിറ്റ്യൂഷനെ മാനിച്ചുകൊണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനെ അതിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ചുകൊണ്ട് മാത്രമേ ഒരു നിയമനിർമ്മാണം നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അല്ല എങ്കിൽ കോടതി ഇടപെടും. കോടതിക്ക് അങ്ങനെ ഒരു പവറുണ്ട്. പിന്നീട് നമ്മൾ വിശദമായി പഠിക്കും. ജുഡീഷ്യൽ റിവ്യൂ പവറിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി പഠിക്കും. ഇപ്പം ഞാൻ ആ വാക്ക് പറഞ്ഞതുകൊണ്ട് പറയാം. ജുഡീഷ്യൽ റിവ്യൂ പവർ മീൻസ് എ സ്പെഷ്യൽ പവർ ഓഫ് കോർട്ട് ടു റിവ്യൂ ദി ലോ ഫോർമുലേറ്റഡ് ബൈ പാർലമെൻറ്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. If such law is unconstitutional, that law can be suspended by the court. കോടതിക്ക് ആ നിയമം റദ്ദ് ചെയ്യാനുള്ള അധികാരമുണ്ട്. Such a special power of court is called judicial review power. The idea is borrowed from USA. The article relating to judicial review power, Article 13. മാത്രമല്ല ആർട്ടിക്കിൾ 139 ഒന്നുകൂടിയുണ്ട്, ആർട്ടിക്കിൾ 372(1). ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് വരും ക്ലാസ്സുകളിൽ പഠിക്കാൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എങ്കിലും പറഞ്ഞതുകൊണ്ട് ആർട്ടിക്കിൾസ് റിലേറ്റിംഗ് ടു ജുഡീഷ്യൽ റിവ്യൂ പവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക. ആർട്ടിക്കിൾ 13, ആർട്ടിക്കിൾ 139, ആർട്ടിക്കിൾ 372(1) അതൊക്കെ നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കും. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രിലിമിനറി ടോപ്പിക്കായ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പഠിക്കാം. അപ്പം Indian constitution was framed by Constituent Assembly. The idea of Indian constitution was first introduced by M.N. Roy. മാനവേന്ദ്ര നാഥ് റോയ് എന്നാണ് പൂർണ്ണമായ പേര്. ഒരു ബംഗാളി റവല്യൂഷണറി, അല്ലെങ്കിൽ പറയാം ഒരു റാഡിക്കൽ ആക്ടിവിസ്റ്റ്, ഫിലോസഫർ, ആർക്കിടെക്റ്റ് ഓഫ് പീപ്പിൾസ് പ്ലാനിങ് ഇൻ ഇന്ത്യ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആളാണ് നമ്മുടെ M.N. റോയ്, മാനവേന്ദ്രനാഥ് റോയ്. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളൊരു ചോദ്യമുണ്ട്, ഹു ഈസ് ദി ആർക്കിടെക്റ്റ് ഓഫ് പീപ്പിൾസ് പ്ലാനിങ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ജനകീയ ആസൂത്രണത്തിൻ്റെ ശില്പി ആര്? M.N. റോയ്. ഇൻ ദി ഇയർ 1934 he introduced the idea of Indian Constitution. 1934 ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യവുമായിട്ട് ഇദ്ദേഹം മുന്നോട്ട് വരുന്നത്. അവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് അദ്ദേഹം ഈ ആശയം അവതരിപ്പിച്ചത്? He expressed this idea in the newspaper, the Indian Patriot. പരീക്ഷയ്ക്ക് ചോദിക്കും, in which newspaper he introduced the idea of Indian Constitution. ആ ന്യൂസ്പേപ്പറിൻ്റെ പേര് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദി ഇന്ത്യൻ പാട്രിയോട്ട് എന്നാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ശ്രദ്ധിക്കുക, ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഫ്രെയിംഡ് ബൈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ദി ഐഡിയ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ M.N. റോയ്. അദ്ദേഹം ആരൊക്കെ ആയിരുന്നു എന്നും കൂടെ ഒന്ന് ഓർമ്മിച്ചോളുക. ഒരു മാനവേന്ദ്രനാഥ് റോയ് എന്നാണ് പൂർണ്ണമായ പേര്. ഒരു ബംഗാളി റവല്യൂഷണറി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയൊക്കെ സ്ഥാപകരിൽ ഒരാൾ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്കിങ്ങനെ പറയാം, ഒരു ഇന്ത്യൻ റവല്യൂഷണറി, റാഡിക്കൽ ആക്ടിവിസ്റ്റ്, ഫിലോസഫർ, വൺ ഓഫ് ദി ഫൗണ്ടേഴ്സ് ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇതൊക്കെ ആരാണ്? M.N. റോയ്. അദ്ദേഹത്തെക്കുറിച്ച് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്, ഹു ഈസ് ദി ആർക്കിടെക്റ്റ് ഓഫ് പീപ്പിൾസ് പ്ലാനിങ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ജനകീയ ആസൂത്രണത്തിൻ്റെ ശില്പിയാര്? M.N. റോയ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം പറയാം. ദി ഐഡിയ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ M.N. റോയ്. ദി പേഴ്സൺ ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദി ഐഡിയ, അതാണ് M.N. റോയ്. പക്ഷെ ഒരു ചോദ്യം വരും, ദി ഫസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി ഡിമാൻഡഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ.
ഇന്ത്യൻ ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ പൊളിറ്റിക്കൽ പാർട്ടി ഏത്? ഫസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് ഡിമാൻഡഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി വാസ് ഫോംഡ് ഇൻ 1923 January 1st. ഫോംഡ്. സ്വരാജ് പാർട്ടി വാസ് ഫോംഡ് ഇൻ 1923 January 1st. അപ്പോൾ ഫസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് ഡിമാൻഡഡ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുമ്പോൾ ഈ എം.എൻ. റോയി ഐഡിയ 1934 കൊണ്ടുവന്നിരുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് 1923 തന്നെ നിലവിൽ വന്ന സ്വരാജ് പാർട്ടി ഈ ആശയം മുന്നോട്ട് വെച്ചു. ദി ഫസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് ഡിമാൻഡഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ പലരും INC എന്ന് പറയാറുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിമാൻഡഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻ ദി ഇയർ 1935 ആണ്. എം.എൻ. റോയ് ആശയം അവതരിപ്പിച്ചതിൻ്റെ പിറ്റേ വർഷമാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിമാൻഡഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഏത് ഇയർ? ഇൻ ദി ഇയർ 1935. ബ്രിട്ടീഷ് ഇന്ത്യ അക്സെപ്റ്റഡ് ദിസ് ഡിമാൻഡ് ഇൻ ദി ഇയർ 1940 ഇൻ ഓഗസ്റ്റ് ഓഫർ. ഓഗസ്റ്റ് ഓഫറിലൂടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു. ഇതൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിൽ ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെക്കുറിച്ചാണ് പറഞ്ഞത്. ദി ഫസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് ഡിമാൻഡഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഏതാണ്? സ്വരാജ് പാർട്ടി, ഫോംഡ് ഇൻ 1923 January 1st. ഇവിടെ ധാരാളം തവണ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട്. ഫൗണ്ടിങ് ലീഡേഴ്സ് ഓഫ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളാരെല്ലാം? CR ദാസ്. CR ദാസ് പ്രസിഡന്റ് ഓഫ് സ്വരാജ് പാർട്ടി. ദെൻ മോത്തിലാൽ നെഹ്റു സെക്രട്ടറി ഓഫ് സ്വരാജ് പാർട്ടി. ഇവർ രണ്ടുപേരുമാണ് ഫൗണ്ടിങ് ലീഡേഴ്സ് ഓഫ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയുടെ ഫൗണ്ടിങ് ലീഡേഴ്സ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? വ്യക്തമായി മനസ്സിലാക്കി പോവുക. ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഇത്രയും നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഒരു ആമുഖമായിട്ടുള്ള കാര്യങ്ങളായി മാറി. ഒരു ഭരണഘടന അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതിനു വേണ്ടിയിട്ടൊരു അസംബ്ലി ഫോം ചെയ്യുന്നതിനുള്ള ഒരു പ്രിലിമിനറി സ്റ്റെപ്പുകളാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഇനി അസംബ്ലി ഫോം ചെയ്യുകയാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ദി ഡേറ്റ്സ് റിലേറ്റിംഗ് ടു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ്. ഈ അസംബ്ലിയുടെ ക്ലാസിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് എല്ലാം കൂടി ഡേറ്റുകൾ ഓർഡറാക്കി ഞാൻ തരികയും ചെയ്യാം. ഇപ്പോഴും ഞാൻ പറയുന്നത് സാന്ദർഭികമായിട്ട് പറയുന്ന ഡേറ്റുകൾ അതാത് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി പോവുക. ലാസ്റ്റ് എല്ലാം കൂടെ ഓർഡറായി നമുക്ക് അത് വ്യക്തമായി പറയാം. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് തന്നെ നമ്മളൊരു 3 സെഗ്മെൻറ്റുകളായിട്ടാണ് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 2 വീഡിയോ ക്ലാസ്സിലൂടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് നമ്മൾ അവസാനിപ്പിക്കും. എന്നിട്ട് 3ാമത്തെ സെഗ്മെൻറ്റിൽ ഇതിൻ്റെ ഒരു റിവിഷൻ, കുറേ പ്രീവിയസ് ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ആയി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നതുമായ കുറച്ച് ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ ക്ലാസ് കൂടി കഴിയുമ്പോൾ അസംബ്ലിയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടാകും. നന്നായി പഠിച്ച് മുന്നോട്ട് പോകണം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നോക്കാം നമുക്ക്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ് ഇൻ ദി ഇയർ 1946 December 6. 1946 December 6, 1946 December 6 ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിലവിൽ വരുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ് അക്കോർഡിംഗ് ടു ദി പ്രപ്പോസൽ ഓഫ് ഡാഷ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ആരുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിലവിൽ വന്നത്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ് അക്കോർഡിംഗ് ടു ദി റെക്കമെൻഡേഷൻ ഓഫ്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദി പ്രപ്പോസൽ ഓഫ്, അക്കോർഡിംഗ് ടു ദി ഡയറക്ഷൻ ഓഫ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം. അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ് ഇൻ 1946 December 6 അക്കോർഡിംഗ് ടു ദി പ്രപ്പോസൽ ഓഫ് ക്യാബിനറ്റ് മിഷൻ. വാട്ട് ഈസ് ക്യാബിനറ്റ് മിഷൻ? നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരു വാക്കാണ് മിഷൻ. മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ദൗത്യം എന്ന് പറയും. ദൗത്യം, ഒരു ലക്ഷ്യം, ദൗത്യം. അതാണ് നമ്മൾ മിഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? നമ്മൾ പലപ്പോഴും പറയാറുള്ള വാക്കാണ്. എപ്പോഴും നമ്മൾ സാധാരണ ജീവിതത്തിൽ തന്നെ പല ഘട്ടങ്ങളിലൊക്കെ പറയുന്ന വാക്കാണ്. ഇപ്പം മിഷൻ 2025 എന്നൊക്കെ പറഞ്ഞാൽ 2025 ഒരു മിഷൻ
ഒരു 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 ലക്ഷ്യം നമ്മൾ ഏറ്റെടുത്ത് നടക്കുന്നു. നമ്മൾ നമ്മൾ പലതവണയും ഇപ്പം നമ്മുടെ ഒരു 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 അരിക്കൊമ്പൻ മിഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആ ആനയെ തളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ പദ്ധതികളെയാണ് അങ്ങനെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ലക്ഷ്യം, അതിനെയാണ് നമ്മൾ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ക്യാബിനറ്റ് മിഷൻ? ക്യാബിനറ്റ് മിഷൻ വാസ് എ സ്പെഷ്യൽ മിഷൻ കൺസിസ്റ്റഡ് ഓഫ് 3 മിനിസ്റ്റേഴ്സ് ഓഫ് ബ്രിട്ടീഷ് ക്യാബിനറ്റ്. ബ്രിട്ടീഷ് മന്ത്രിസഭയിൽപ്പെട്ട 3 മന്ത്രിമാരടങ്ങുന്ന ഒരു പ്രത്യേക ദൗത്യ സംഘമാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ആ ക്യാബിനറ്റ് മിഷൻ്റെ പ്രപ്പോസൽ പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നമ്മൾ ഫോം ചെയ്തത്. 1946 December 6th കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ് അക്കോർഡിംഗ് ടു ദി പ്രപ്പോസൽ ഓഫ് ക്യാബിനറ്റ് മിഷൻ. അങ്ങനെയാണെങ്കിൽ ദി ക്യാബിനറ്റ് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ ഡാഷ്. ഞാൻ പറഞ്ഞു ഒരു 3 അംഗ ദൗത്യ സംഘമാണ്. ക്യാബിനറ്റ് മിഷൻ വാസ് എ സ്പെഷ്യൽ മിഷൻ കൺസിസ്റ്റഡ് ഓഫ് 3 മിനിസ്റ്റേഴ്സ് ഓഫ് ബ്രിട്ടീഷ് ക്യാബിനറ്റ് എന്ന് പറയുന്നു. ക്യാബിനറ്റ് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ ദി ഇയർ 1946 March 23rd. പല റാങ്ക് ഫയലുകളിലും ഗൈഡുകളിലും ഒക്കെ March 24th എന്നും കിടപ്പുണ്ട്. അത് ആശയക്കുഴപ്പം വേണ്ട, രണ്ടും നിങ്ങൾ ഓർത്തു വെച്ചോളുക. രണ്ടും കൂടി പരീക്ഷയ്ക്ക് ചോദിക്കൂല, ഓപ്ഷനിൽ വരില്ല, ഉറപ്പ്. ഒന്നുകിൽ ക്യാബിനറ്റ് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ എന്ന് ചോദിച്ചിട്ട് 1946 March 23rd എന്നോ 1946 March 24th എന്നോ ചോദിക്കാം. രണ്ടും കൂടി വരില്ല, ഉറപ്പാണ്. അപ്പോഴും നിങ്ങൾക്കൊരു ആശയക്കുഴപ്പം വരും. അതങ്ങനെ ആദ്യമായിട്ട് 2 പ്രാവശ്യം വരുന്നത്, ആദ്യം വന്നതെന്നല്ലേ ചോദിക്കുന്നത്? അതിൻ്റെ കാരണമുണ്ട്. ഇൻ ദി ഇയർ 1946 March 23rd ഈ മിഷൻ വരുന്നത് കറാച്ചിയിലാണ്. കറാച്ചി അന്ന് ഇന്ത്യയിലായിരുന്നു, ഇന്ന് പാകിസ്ഥാനിലാണ്. പിറ്റേ ദിവസം March 24th ദേ വിസിറ്റഡ് ഡൽഹി. ഡൽഹിയിൽ വരുന്നത്, ഡൽഹി അന്നും ഇന്നും ഇന്ത്യയിലാണ്. അതുകൊണ്ട് ചിലർ പറയും അന്നും ഇന്നും ഇന്ത്യയിലായ ഡൽഹിയിലല്ലേ ആദ്യമായിട്ട് വന്നത്. പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ചോദിക്കാനുള്ളത് കറാച്ചി അന്ന് ഇന്ത്യയിലായിരുന്നല്ലോ, അപ്പോൾ ആ ഡേറ്റ് പറയുന്നത് ആണ് കൂടുതൽ ശരി എന്നാണ് എൻ്റെ പക്ഷം. രണ്ടും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചോളുക. ക്യാബിനറ്റ് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ 1946 March 23rd. ഈ ക്യാബിനറ്റ് മിഷൻ ഇവിടെ വന്നു. ആ ക്യാബിനറ്റ് മിഷൻ അവരുടെ പ്ലാൻ സബ്മിറ്റ് ചെയ്തെന്നാണ്. അത് ആ ഡേറ്റ് കൂടെ ഓർമ്മിച്ചുകൊള്ളുക. ക്യാബിനറ്റ് മിഷൻ സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് എന്നാണ് അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചത്. അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വാസ് സബ്മിറ്റഡ് ഇൻ 1946 തന്നെയാണ്. മെയ് 16th മെയ് 16th ക്യാബിനറ്റ് മിഷൻ അവരുടെ പ്ലാൻ സബ്മിറ്റ് ചെയ്തത്. ഡേറ്റുകൾ ഓർഡറായി മനസ്സിൽ സൂക്ഷിക്കുക. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ് ഇൻ 1946 December 6 അക്കോർഡിംഗ് ടു ദി പ്രപ്പോസൽ ഓഫ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ക്യാബിനറ്റ് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ 1946 March 23rd. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വാസ് സബ്മിറ്റഡ് ഇൻ 1946 May 16th 16th. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം അടുത്തത്. ക്യാബിനറ്റ് മിഷൻ മെമ്പേഴ്സ്, ഞാൻ പറഞ്ഞു 3 മെമ്പേഴ്സാണ് ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കും എനി വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ദി മെമ്പർ ഓഫ് ക്യാബിനറ്റ് മിഷൻ എന്നോ മെമ്പർ ഓഫ് ക്യാബിനറ്റ് മിഷൻ എന്നോ ചോദിക്കാം. ചോദ്യങ്ങൾ അങ്ങനെയൊക്കെ വരും. എനി വൺ ഓഫ് ദി ഫോളോയിങ് പേഴ്സൺ ഈസ് ദി മെമ്പർ ഓഫ് ക്യാബിനറ്റ് മിഷൻ. ആ 3 പേരിൽ ഒരാളുടെ പേര് മാത്രമേ ആൻസറായിട്ട് ഓപ്ഷനിൽ ഉണ്ടാകുള്ളൂ. ഇനി എനി വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ദി മെമ്പർ ഓഫ് ക്യാബിനറ്റ് മിഷൻ എന്നും ചോദിക്കാം. നമ്മൾ പെട്ടുപോകുന്നത് 2ാമത്തെ ചോദ്യത്തിലാണ്. നമുക്ക് വെപ്രാളമാണ്. പരീക്ഷാ ഹാളിലേക്ക് പോകുന്നത് തന്നെ അരവട്ടായിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോഴാണ് ഇങ്ങനൊരു ചോദ്യം വരുന്നത്. എന്താണ് എനി വൺ ഓഫ് ദി ഫോളോയിങ് പേഴ്സൺ ഈസ് നോട്ട് ദി മെമ്പർ ഓഫ് ക്യാബിനറ്റ് മിഷൻ. നമ്മളവിടെ ആ വെപ്രാളത്തിൽ ക്യാബിനറ്റ് മിഷനും കാണും, മെമ്പേഴ്സും കാണും, നോട്ട് വീട്ടിൽ ഒന്നും കാണും. ഇതൊക്കെയാണ് നമ്മുടെ രീതികൾ. അതൊക്കെ ഒന്ന് മാറ്റണം. നന്നായി പഠിച്ച് ആത്മസംയമനത്തോടെ ക്വസ്റ്റ്യനൊക്കെ വായിച്ച് തഞ്ചമായിട്ട് പരീക്ഷ എഴുതുക. വെപ്രാളപ്പെടേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾ ആവലാതിപ്പെടുന്നത് കൊണ്ട് 1 മാർക്കെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ കിട്ടുമോ? കിട്ടില്ല. കിട്ടാൻ സാധ്യതയുള്ള 1 മാർക്കെങ്കിലും നഷ്ടപ്പെടില്ലേ? ഉറപ്പായും. അപ്പോൾ എന്ത് ചെയ്യണം? ടെൻഷൻ വേണ്ട. ടെൻഷൻ ഫ്രീ ആയി ഒരു പരീക്ഷയ്ക്കൊക്കെ പോകുന്നത് ഒരു പിക്നിക്കിന് പോകുന്ന ലാഘവത്തോടെയാണ് നിങ്ങൾ പോകേണ്ടത്. എൻ്റെ ഒരു സജഷനാണ്. ശ്രമിച്ചു നോക്കൂ.
നിങ്ങൾക്ക് അത് വലിയ ഊർജം പകരും. അല്ലാതെ ടെൻഷൻ അടിച്ച് എല്ലാം ഉള്ളത് കൂടി കളഞ്ഞു കുളിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. യെസ്, നമുക്ക് തുടരാം ക്ലാസ്. മെമ്പേഴ്സ് ഓഫ് ക്യാബിനറ്റ് മിഷൻ. അപ്പോൾ എനി വൺ ഓഫ് ദി ഫോളോയിങ് പേഴ്സൺ ഈസ് ദി മെമ്പർ ഓഫ് ക്യാബിനറ്റ് മിഷൻ എന്നോ നോട്ട് ദി മെമ്പർ ഓഫ് ക്യാബിനറ്റ് മിഷൻ എന്ന് ചോദിച്ചാൽ ആ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം കൃത്യമായി എഴുതണമെങ്കിൽ ആ 3 പേരുടെ പേരങ്ങ് പഠിച്ചു വെച്ചാൽ പോരെ. 3 പേരുടെ പേര് വളരെ സിമ്പിളാണ്. ഇംഗ്ലീഷ് പേരായതുകൊണ്ട് ആദ്യം കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. ഈസിയാണ്, 2-3 തവണ മനസ്സിൽ ആവർത്തിച്ച് പറയുക. പെത്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, A.V. Alexander were the members of Cabinet Mission. ക്യാബിനറ്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? പെത്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, A.V. Alexander were the members of Cabinet Mission. 3 പേര്. നോക്കൂ, ദി ക്യാബിനറ്റ് മിഷൻ വാസ് ലെഡ് ബൈ ഹൂം, അല്ലെങ്കിൽ ഹു വാസ് ദി ചെയർമാൻ ഓഫ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷനെ നയിച്ചതാര്? ഹെഡ് ഓഫ് ക്യാബിനറ്റ് മിഷൻ എന്നോ ചെയർമാൻ ഓഫ് ക്യാബിനറ്റ് മിഷൻ എന്നോ, ക്യാബിനറ്റ് മിഷൻ വാസ് ഹെഡഡ് ബൈ ഹൂം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ആ പേര് ആദ്യം പറഞ്ഞത് പെത്തിക് ലോറൻസ്. പെത്തിക് ലോറൻസ് വാസ് ദി ഹെഡ് ഓർ ചെയർമാൻ ഓഫ് ക്യാബിനറ്റ് മിഷൻ. ഇവരെ 3 അംഗ സംഘത്തെ നയിച്ചത് പെത്തിക് ലോറൻസ് ആയിരുന്നു. പെത്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. മറക്കാതിരിക്കുക. ഇനി നോക്കൂ, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ സെൻഡ് ക്യാബിനറ്റ് മിഷൻ ടു ഇന്ത്യ. ഇന്ത്യയിലേക്ക് ഈ മിഷനെ അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ആ ചോദ്യം വേറെ രീതി ചോദിക്കാം. ദി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാലും ഉത്തരം ഒന്നാണ്. കാരണം എന്താണ്? ക്യാബിനറ്റ് മിഷൻ വന്നത് 1946, സ്വാതന്ത്ര്യം കിട്ടുന്നത് 1947. അപ്പോൾ ഒരേ പീരീഡാണ്. അപ്പോൾ ഹു വാസ് ദി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നോ, അല്ലെങ്കിൽ ദി പ്രൈം മിനിസ്റ്റർ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ സെൻഡ് ക്യാബിനറ്റ് മിഷൻ ടു ഇന്ത്യ എന്ന് ചോദിച്ചാലും ക്ലമന്റ് ആറ്റ്ലി ആണ് ഉത്തരം. ക്ലമന്റ് ആറ്റ്ലി. ദി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ സെൻഡ് ക്യാബിനറ്റ് മിഷൻ ടു ഇന്ത്യ, ക്ലമന്റ് ആറ്റ്ലി. പക്ഷെ അപ്പോൾ ഒരു ആളുടെ പേര് കൂടി നിങ്ങൾ പഠിക്കണം. വൈസ്രോയി ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ക്യാബിനറ്റ് മിഷൻ, അറ്റ് ദി ടൈം ഓഫ് വിസിറ്റിംഗ് ഇന്ത്യ, അറ്റ് ദി ടൈം ഓഫ് എന്താണ്, അല്ലെങ്കിൽ ഡ്യൂറിങ് ക്യാബിനറ്റ് മിഷൻ. ആ ക്യാബിനറ്റ് മിഷൻ പീരീഡിൽ, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? വൈസ്രോയി ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ക്യാബിനറ്റ് മിഷൻ ലോർഡ് വേവൽ പ്രഭു. ഇത്രയും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ മാത്രം ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ക്യാബിനറ്റ് മിഷൻ വാസ് എ സ്പെഷ്യൽ മിഷൻ കൺസിസ്റ്റഡ് ഓഫ് 3 മിനിസ്റ്റേഴ്സ് ഓഫ് ബ്രിട്ടീഷ് ക്യാബിനറ്റ്. Constituent Assembly was formed in 1946 December 6 according to the proposal of Cabinet Mission. Cabinet Mission visited India in 1946 March 23rd. The British Prime Minister sent a Cabinet Mission to India, Clement Attlee. The members of Cabinet Mission, Petik Lawrence, Stafford Cripps, A.V. Alexander. Chairman of Cabinet Mission, Petik Lawrence. വൈസ്രോയി ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ക്യാബിനറ്റ് മിഷൻ ലോർഡ് വേവൽ. ഓക്കെ അല്ലേ? ക്യാബിനറ്റ് മിഷൻ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും നിങ്ങൾ ഓർക്കണ്ട. ഇനി അസംബ്ലിയിലേക്ക് നമ്മളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കിടക്കാൻ പോവുകയാണ്. അങ്ങനെ അസംബ്ലി ഫോം ചെയ്തു December 6. പക്ഷേ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഡേറ്റ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ പ്രീവിയസ് ചോദ്യ പേപ്പറുകൾ സ്റ്റേറ്റ് PSCയുടെയും UPSCയുടെയും വിവിധ പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ പരിശോധിച്ച് നോക്കൂ. ഒരു 10 ചോദ്യ പേപ്പർ നിങ്ങൾ പരിശോധിച്ചാൽ 8 എണ്ണത്തിലെങ്കിലും ഈ ചോദ്യം ഉണ്ടാകും. ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് ഹെൽഡ് ഇൻ വിച്ച് ഇയർ എന്നാണ്, അല്ലെങ്കിൽ വിച്ച് ഡേറ്റ് എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. ദി ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് ഹെൽഡ് ഇൻ 1946 December 9. മറക്കുകയരുത്. ഇതുവരെ പറഞ്ഞ ഡേറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ്. ദി ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് ഹെൽഡ് ഇൻ 1946 December 9. എവിടെ വെച്ചെന്നും കൂടി ഒന്ന് മനസ്സിൽ പറഞ്ഞോളൂ നിങ്ങൾ. എവിടെ വെച്ച്? അറ്റ് പാർലമെന്റ് സെൻട്രൽ ഹാൾ, ഡൽഹിയിലെ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ
പഴയ പാർലമെൻറ്റ് മന്ദിരത്തിന് അങ്ങനൊരു ഹാൾ ഉണ്ടായിരുന്നു, സെൻട്രൽ ഹാള്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അതില്ല. അത് പാർലമെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണെന്നും അതിന് പകരമല്ല മറ്റൊരു ഹാള്, പുതിയതായിട്ട് വന്ന ഹാള്, കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ എന്ന് പറഞ്ഞൊരു ഹാള് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂ പാർലമെൻറ്റ് ബിൽഡിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ, പാർലമെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം, വിശദമായി പഠിക്കാം. ഇപ്പം നിങ്ങൾ ഓർക്കുക, ആ പാർലമെൻറ്റ് ബിൽഡിങ്ങിലെ ഒരു സെൻട്രൽ ഹാളിൽ വെച്ചാണ് എന്ത് നടന്നത്, ഫസ്റ്റ് മീറ്റിംഗ്. ആ സെൻട്രൽ ഹാളിൽ വെച്ചൊക്കെയാണ് നമ്മുടെ ജോയിൻറ്റ് സെഷനൊക്കെ നടക്കുന്നത്. സംയുക്ത സമ്മേളനമൊക്കെ മുമ്പ് നടന്നിരുന്നതും അവിടെ വെച്ചാണ്. അപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചോളുക നിങ്ങൾ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ഹെൽഡ് ഇൻ 1946 December 9 അറ്റ് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെൻറ്റ്, അറ്റ് പാർലമെൻറ്റ് സെൻട്രൽ ഹാൾ, ഡൽഹി എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ആ ഡേറ്റ് ഒരു കാരണവശാലും മറക്കാതിരിക്കുക. നോക്കൂ, നമ്മൾ ഒരു സംരംഭം ആദ്യം തുടങ്ങുകയാണ്, ഒരു അസംബ്ലി തുടങ്ങുകയാണ്. അതിന് വാസ്തവത്തിൽ ഫോമലായിട്ട് അതിൻ്റെ ഒഫീഷ്യൽ ബെയറേഴ്സിനെ ഒന്നും നമ്മൾ തിരഞ്ഞെടുത്തിട്ടില്ല. ഇപ്പം ഞാനൊരു ചെറിയ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. നമ്മുടെ വീട്ടിനടുത്തൊക്കെ ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നമ്മൾ സംഘടിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുമ്പോൾ അതിൽ സെക്രട്ടറിയും പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ജോയിൻറ്റ് സെക്രട്ടറിയും ട്രഷറും ഒക്കെ ഉണ്ടാവുമോ? ഇല്ല. ആദ്യം ഒരു മീറ്റിംഗ് കൂടും, പിന്നീടല്ലേ ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഫസ്റ്റ് മീറ്റിംഗ് 1946 December 9 പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ വെച്ച് ഫസ്റ്റ് മീറ്റിംഗ് കൂടിയപ്പോൾ അതിൻ്റെ ഒരു എൽഡർ മെമ്പറിനെ ഇൻ്ററീം പ്രസിഡൻ്റായി എല്ലാവരും കൂടി അംഗീകരിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബൊക്കെ തുടങ്ങിയിട്ട് ആദ്യ മീറ്റിംഗ് കൂടുമ്പം ആരായിരിക്കും അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത്? സ്വാഭാവികമായിട്ട് അതിലൊരു എൽഡർ മെമ്പർ, അപ്രായം കൂടിയ ഒരാൾ, ഇതിനു വേണ്ടി ഓടി നടന്നൊക്കെ പ്രവർത്തിച്ച ആളിനെ തൽക്കാലത്തേക്ക് നമ്മൾ ചെയർമാനാക്കിയില്ലേ? അതുപോലെയാണ് ഇവിടെയും സംഭവിച്ചത്. അപ്പോൾ ഒരു എൽഡർ മെമ്പറിന് ആദ്യമായിട്ട് ഇവർ ഈ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. അതാരായിരുന്നു? അത് ചോദ്യപേപ്പറിലെ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്, ഇൻ്ററീം പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഇൻ്ററീം പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഇടക്കാല അധ്യക്ഷൻ, ടെമ്പററി ചെയർമാൻ. ഇദ്ദേഹം ആയിരുന്നില്ല സ്ഥിരം ചെയർമാൻ, അതിന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. Interim President of Constituent Assembly. Who was the Interim President of Constituent Assembly? Dr. Sachidananda Sinha. Dr. Sachidananda Sinha, ആ കൂട്ടത്തിൽ ഒരു എൽഡർ മെമ്പറായ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വാസ് ഇൻ്ററീം പ്രസിഡന്റ് അല്ലെങ്കിൽ ടെമ്പററി പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. എത്ര കാലം അദ്ദേഹം പ്രസിഡന്റായിട്ട് തുടർന്നു? 2 ദിവസം. 1946 December 9 ഫസ്റ്റ് സമ്മേളനം കൂടുന്നു. ഡിസംബർ 11 ആയപ്പോഴാണ് പുതിയ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത്. ഹി വാസ് ദി പെർമനന്റ് ചെയർമാൻ. ആരാണ് നമുക്ക് നോക്കാം. നോക്കൂ, പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് ദി പെർമനന്റ് ചെയർമാൻ. ചെയർമാൻ എന്നോ പ്രസിഡന്റ് എന്നോ പറയാം. പെർമനന്റ് ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഹി വാസ് ഇലക്റ്റഡ് ആസ് പെർമനന്റ് ചെയർമാൻ ഇൻ ദി ഇയർ 1946 December 11. ആ ഡേറ്റ് ഓർത്തോളുക, December 11. ഹി വാസ് ഇലക്റ്റഡ് ആസ് പെർമനന്റ് ചെയർമാൻ. ഇവിടെ ഒരു തകരാറുണ്ട്. നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നു ഇന്ററീം പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, പെർമനന്റ് ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പരീക്ഷയ്ക്ക് എല്ലുമ്പോൾ ചോദിക്കുന്നതായിരുന്നു എന്തായിരിക്കും എന്നറിയോ? ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. നമ്മുടെ അരമണിക്കൂർ പോകാൻ ആ ഒറ്റ ചോദ്യം മതി. നമ്മൾ പേനയൊക്കെ അടച്ചു വെച്ച് ഇരുന്ന് ആലോചിക്കും. PSC അല്ലെങ്കിൽ UPSC എന്താ ഉദ്ദേശിക്കുന്നത്? പെർമനന്റ് ചെയർമാനാണോ, അതുപോലെ തന്നെ ടെമ്പററി ചെയർമാനാണോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ചിന്തയെ വേണ്ട. അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഇപ്പം ഇവിടെ വച്ച് നിങ്ങൾ തീർത്തു പോവുക. ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നാണ് ചോദ്യമെങ്കിൽ പെർമനന്റ് ചെയർമാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ററീം പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് എടുത്ത് ചോദിക്കുമായിരുന്നു.
ഒന്നും പറയാതെ ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നോ പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നോ ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഹി വാസ് ഇലക്ടഡ് ആസ് പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇൻ 1946 ഡിസംബർ 11. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ 2 വൈസ് ചെയർമാൻമാരെ കൂടി, വൈസ് പ്രസിഡൻസിനെ കൂടി തിരഞ്ഞെടുക്കുകയാണ്. അപ്പം വൈസ് പ്രസിഡൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി HC മുഖർജി, ഹരേന്ദ്ര കുമാർ മുഖർജി എന്നാണ് പൂർണ്ണമായ പേര്. HC മുഖർജി, VT കൃഷ്ണമാചാരി, VT കൃഷ്ണമാചാരി. ഇനി ഒരു TT കൃഷ്ണമാചാരി നമ്മൾ പഠിക്കും, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പഠിക്കുമ്പോൾ അതിലൊരു മെമ്പറാണ് TT കൃഷ്ണമാചാരി. രണ്ടും കൂടി ക്ലാഷ് ആകരുത്. ഇനീഷ്യലൊക്കെ പഠിക്കണം. നമുക്ക് വരുന്ന വലിയ തകരാറാണ്, നമ്മൾ ഇനിഷ്യലൊന്നും നോക്കൂല. നമ്മൾ പഠിക്കുന്ന എന്താണ്? കൃഷ്ണമാചാരി. പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ചോദ്യം വരുന്നത് എന്താണ്? വൈസ് പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ TT കൃഷ്ണമാചാരി, VT കൃഷ്ണമാചാരി, AT കൃഷ്ണമാചാരി, PT കൃഷ്ണമാചാരി മയം. മൊത്തം കൺഫ്യൂസ്ഡ്. അതുകൊണ്ട് വ്യക്തതയോടെ പഠിച്ചു പോവുക. വൈസ് പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി 2 പേരുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമുള്ള ആദ്യം പറഞ്ഞ പേര് തന്നെയാണ്. അതാണ് കൂടുതൽ ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. എന്താണ്? HC മുഖർജി, ഹരേന്ദ്ര കുമാർ മുഖർജി. HC മുഖർജി, VT കൃഷ്ണമാചാരി. ആ പേര് കൂടി ഓർമ്മിച്ചുകൊള്ളുക. അപ്പം വൈസ് പ്രസിഡൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം HC മുഖർജി ആൻഡ് VT കൃഷ്ണമാചാരി. ഇനി നോക്കൂ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് ഒരു ലീഗൽ അഡ്വൈസർ ഉണ്ടായിരുന്നു. നിയമോപദേഷ്ടാവെന്ന് മലയാളത്തിൽ പറയും. ലീഗൽ അഡ്വൈസർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി BN റാവു. BN റാവു വാസ് ദി ലീഗൽ അഡ്വൈസർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അടുത്തത് വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ദി ഫസ്റ്റ് പേഴ്സൺ ഹു അഡ്രസ്ഡ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഫസ്റ്റ് മീറ്റിംഗ് കൂടി നിങ്ങൾക്കറിയാം. 1946 ഡിസംബർ 9 അറ്റ് പാർലമെന്റ് സെൻട്രൽ ഹാൾ, ന്യൂഡൽഹി. ആ മീറ്റിംഗിൽ അധ്യക്ഷത വഹിച്ചത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഈ ചോദ്യം അതല്ല. ഹു അഡ്രസ് ദി ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നാണ്, അല്ലെങ്കിൽ ദി ഫസ്റ്റ് പേഴ്സൺ ഹു അഡ്രസ്ഡ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത വ്യക്തിയാര്, അഡ്രസ് ചെയ്ത വ്യക്തിയാര്? JB കൃപലാനി. മറക്കരുത് കൂട്ടുകാരെ. JB കൃപലാനിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ 2 പ്രീവിയസ് ചോദ്യങ്ങൾ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. JB കൃപലാനി എന്ന് പറയുമ്പം ഒന്ന് നിങ്ങൾ ഓർത്തോളുക, ദി പേഴ്സൺ ഹൂ അഡ്രസ്ഡ് ദി ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അത് പ്രധാന ചോദ്യം. രണ്ടാമത്തത്, ഹി വാസ് ദി ചെയർമാൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡ്യൂറിങ് ഇൻഡിപെൻഡൻസ്. 1947 കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നത് ആര് എന്ന് പല ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ആര് തന്നെയാണ്? JB കൃപലാനി. അതിനേക്കാളേറെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താ വരുന്നു? ദി പേഴ്സൺ, അല്ലെങ്കിൽ ദി ഫസ്റ്റ് പേഴ്സൺ, അല്ലെങ്കിൽ ദി പേഴ്സൺ ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ഫസ്റ്റ് നോൺ കോൺഫിഡൻസ് മോഷൻ ഇൻ ദി പാർലമെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായിട്ടൊരു അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി 1963 നെഹ്റു ഗവൺമെന്റിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. അതാണ് പാർലമെന്റ് ചരിത്രത്തിലെ ആദ്യത്തെ നോൺ കോൺഫിഡൻസ് മോഷൻ. അപ്പോൾ ദി പേഴ്സൺ ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ഫസ്റ്റ് നോൺ കോൺഫിഡൻസ് മോഷൻ ഇൻ ദി പാർലമെന്റ് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JB കൃപലാനി. ഈ 3 ചോദ്യങ്ങൾ ഒരു ചാർട്ട് പോലെ നിങ്ങളുടെ മനസ്സിലിട്ടുകൊള്ളുക. JB കൃപലാനി ഞാൻ ഒന്നുകൂടി പറയാം. ദി പേഴ്സൺ ഹൂ അഡ്രസ്ഡ് ദി ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ദി പേഴ്സൺ ഹൂ വാസ് ദി ചെയർമാൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡ്യൂറിങ് ഇൻഡിപെൻഡൻസ്. The person who introduced first non-confidence motion in the Parliament of India. ഓക്കെ ആണോ? ഇത്രയും ഓർമ്മിച്ചോളുക. JB കൃപലാനി. നെഹ്റുവിനെതിരെ, നെഹ്റു ഗവൺമെന്റിനെതിരെ, അവിടെ നിങ്ങൾക്ക് ആശയക്കുഴപ്പം വരാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന JB കൃപലാനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രമുഖ വ്യക്തി നയിക്കുന്ന
ജവഹർലാൽ നെഹ്റു നയിക്കുന്ന ഗവൺമെന്റിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. അതിന് കാരണമുണ്ട്. ഇദ്ദേഹം ഇടയ്ക്ക് വെച്ച് കോൺഗ്രസ് വിട്ടുപോവുകയും സ്വതന്ത്രനായി നിന്നൊരു ബൈ ഇലക്ഷനിൽ വിജയിക്കുകയും ചെയ്തു. വന്ന വരവിലാണ് നെഹ്റുവിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. പക്ഷേ പ്രമേയം അമ്പേ പരാജയപ്പെട്ടു പോയി. പക്ഷേ എങ്കിൽ ഈ ചോദ്യം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. ദി പേഴ്സൺ ഹൂ ഇൻട്രൊഡ്യൂസ് ദ ഫസ്റ്റ് നോൺ കോൺഫിഡൻസ് മോഷൻ ഇൻ ദി പാർലമെന്റ് ഓഫ് ഇന്ത്യ. മറക്കരുത്, കൃപലാനിയെക്കുറിച്ച് ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ കൂടി ഓർമ്മിച്ചോളാം. നമ്മളൊരു ഒരു 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 കാര്യം പറയുമ്പം അനുബന്ധമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിച്ചതുമായ ചില ചോദ്യങ്ങൾ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. നിങ്ങളെ അലോസരപ്പെടുത്താനല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പോസിറ്റീവ് സെൻസിൽ നിങ്ങൾ എടുക്കണം. ഇനി നമുക്ക് നോക്കാം, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ എത്ര കമ്മിറ്റികളുണ്ടായിരുന്നു. നമുക്കറിയാലോ, നമ്മുടെ വീട്ടിനടുത്തൊക്കെ ഒരു ഉത്സവാഘോഷ കമ്മിറ്റി എടുത്താലും അതിനകത്ത് ഒരുപാട് സബ് കമ്മിറ്റികൾ ഉണ്ടാകുമല്ലോ. ഇപ്പോൾ ഡെക്കറേഷൻ കമ്മിറ്റിയൊന്നും, ഫിനാൻസ് കമ്മിറ്റിയൊന്നും, റിസപ്ഷൻ കമ്മിറ്റിയൊന്നും, ഫുഡ് കമ്മിറ്റിയൊന്നും, ഫിനാൻസ് കമ്മിറ്റി, ഒരുപാട് കമ്മിറ്റികൾ ഉണ്ടാകും. അതുപോലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് ഒരു അംബർല ടേമാണ്. അതിന് കീഴിൽ ഒരുപാട് സബ് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 22 committees in the Constituent Assembly. Number of committees including minor committee, മൈനറും ഉൾപ്പെടെ, മേജർ മാത്രമല്ല മൈനർ കമ്മിറ്റികൾ ഉൾപ്പെടെ ടോട്ടൽ നമ്പർ ഓഫ് കമ്മിറ്റീസ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 22. അതിൽ ഇൻക്ലൂഡിങ് 8 മേജർ കമ്മിറ്റി. നമ്മൾ അതാണ് ഓർക്കേണ്ടത്. 8 മേജർ കമ്മിറ്റികൾ ഉൾപ്പെടെയാണ് 22 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അപ്പം നമ്പർ ഓഫ് കമ്മിറ്റീസ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് വെച്ചാൽ 22. പിന്നെ ഒരുപാട് തവണ പരീക്ഷകൾക്ക് ചോദിച്ചുള്ളത് നമ്പർ ഓഫ് മേജർ കമ്മിറ്റീസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ മേജർ കമ്മിറ്റികൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 എണ്ണം. നോക്കൂ, അതിൽ മേജർ കമ്മിറ്റീസ് നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം. വളരെ പ്രധാനപ്പെട്ടതാണ്. യൂണിയൻ പവർ കമ്മിറ്റി, ചെയർമാൻ്റെ പേരാണ് അടുത്തത് ഇട്ടിരിക്കുന്നത്. യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാനും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അടുത്ത മേജർ കമ്മിറ്റിയാണ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാനും ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഓർക്കാൻ പഠിക്കാൻ എന്തെളുപ്പം. ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ യൂണിയൻ എന്നോ സ്റ്റേറ്റ് എന്നോ വന്നാൽ നിങ്ങൾ മനസ്സിൽ പറയുക ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയാണ്. യൂണിയൻ എന്ന് തുടങ്ങുന്ന കമ്മിറ്റിയുടെയും സ്റ്റേറ്റ് എന്ന് തുടങ്ങുന്ന കമ്മിറ്റിയുടെയും അധ്യക്ഷൻ. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, ഈ 3 മേജർ കമ്മിറ്റികളാണ്. ആ മേജർ കമ്മിറ്റികളുടെ ഈ 3 കമ്മിറ്റികളുടെയും ചെയർമാൻ ഒരാൾ തന്നെയാണ്, ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ ആണോ? ഇനിയാണ് ഇവിടെ ഒരു ചോദ്യം വരും. ദി മോസ്റ്റ് പ്രോമിനന്റ് കമ്മിറ്റി അപ്പോയിന്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഈ 8 മേജർ കമ്മിറ്റികൾ ഉണ്ടെങ്കിലും ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കമ്മിറ്റി അപ്പോയിന്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭയുടെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി, ഒരു സംശയവും വേണ്ട, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. നമുക്ക് ഇത് കഴിഞ്ഞ ഉടനെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് കൂടി ഒന്ന് പഠിച്ചു പോകാം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഓർക്കുക, ഇവിടെ ഈ പറഞ്ഞ 8 മേജർ കമ്മിറ്റികളിലും വച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. കാരണം ആ കമ്മിറ്റിയാണ് ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത്, എഴുതി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി, കരട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള. മലയാളത്തിൽ പറയുന്ന പേര് കരടു ഭരണഘടനാ സമിതി എന്നാണ് കേട്ടോ, ഓർമ്മിച്ചോളുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിക്കേണ്ടതില്ല, എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ, ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നോ ഫാദർ ഓഫ് ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. പിന്നീട് നമ്മൾ വിശദമായി ആ കമ്മിറ്റി പഠിക്കും, അപ്പോഴും പറയാവുന്നതാണ്. നോക്കൂ, അടുത്ത് നോക്കൂ, പ്രോവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. പ്രോവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേലാണ് അതിൻ്റെ ചെയർമാൻ. പ്രോവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. അടുത്തൊരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്, ശ്രദ്ധിക്കുക. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്. 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് കമ്മിറ്റി, മൈനോറിറ്റി കമ്മിറ്റി, ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ് കമ്മിറ്റി. ഈ കമ്മിറ്റികളുടെ എല്ലാം ചെയർമാൻ എന്ന് പറയുന്നത്, ഇതിനെല്ലാം അഡ്വൈസ് ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ നിങ്ങൾ ചെല്ലുമ്പോൾ ചോദിക്കും, ഹു ആസ് ദി ചെയർമാൻ ഓഫ്
കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആരെന്ന് പറയും? സർദാർ വല്ലഭായ് പട്ടേൽ. അതുകൊണ്ടാണ് ഹീസ് ഓൾസോ നോൺ ആസ് ഫാദർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ആർക്കിടെക്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി, ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നോ ഫാദർ ഓഫ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നോ പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ, ബിക്കോസ് ഹി വാസ് ദി ചെയർമാൻ ഓഫ് ദി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. മറക്കാതിരിക്കുക. അടുത്ത നോക്കൂ, അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറഞ്ഞു. അവിടെ രണ്ട് കമ്മിറ്റികൾക്ക് രണ്ട് കമ്മിറ്റികളുടെ സബ് കമ്മിറ്റികളുടെ ചെയർമാന്മാരുടെ പേരും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇവിടെ ഞാനത് കൊടുത്തിട്ടില്ല, ഞാനൊന്ന് പറയാം. ഇപ്പോൾ സബ് കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ഉപസമിതിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ JB കൃപലാനി. നമ്മൾ നേരത്തെ പഠിച്ച ആളാണ് JB കൃപലാനി. അപ്പം മൈനോറിറ്റി സബ് കമ്മിറ്റി ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ HC മുഖർജി, ഹരേന്ദ്രകുമാർ മുഖർജി, HC മുഖർജി. ആ രണ്ട് പേര് കൂടി ഇതിനോടൊപ്പം ഒന്ന് ആഡ് ചെയ്ത് വെച്ചോളുക. അപ്പോൾ ചെയർമാൻ ഓഫ് ദി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സർദാർ വല്ലഭായ് പട്ടേൽ, ചെയർമാൻ ഓഫ് ദി കമ്മിറ്റി ഓൺ മൈനോറിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ, ചെയർമാൻ ഓഫ് ദി കമ്മിറ്റി ഓൺ ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയ, ആദിവാസികളുമായി ബന്ധപ്പെട്ടതും ഒഴിവാക്കപ്പെട്ട ചില ഏരിയകളുടെയും കമ്മിറ്റിയുടെ ചെയർമാനും ആര് തന്നെയായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. അവിടെ നിങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെയും മൈനോറിറ്റിയുടെയും മൗലികാവകാശ കമ്മിറ്റിയുടെയും ന്യൂനപക്ഷ കമ്മിറ്റിയുടെയും ഉപസമിതികളുടെ ചെയർമാൻ്റെ പേര് കൂടി ഓർമ്മിച്ചോളുക. ഞാനിപ്പോൾ പറഞ്ഞു, അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ചെയർമാൻ JB കൃപലാനി, ദെൻ മൈനോറിറ്റി സബ് കമ്മിറ്റി ചെയർമാൻ HC മുഖർജി. ക്ലിയർ ആയല്ലോ? അടുത്ത കമ്മിറ്റിയിലേക്ക് വരാം. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അദ്ദേഹം തന്നെയായിരുന്നു ഇതിൻ്റെ ചെയർമാൻ. ഏതിൻ്റെ? റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി. എന്ന് മാത്രമല്ല സ്റ്റിയറിംഗ് കമ്മിറ്റി, അടുത്ത പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി. സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാനും അദ്ദേഹമായിരുന്നു. പിന്നെ അല്ലാതെ തന്നെ മൈനർ കമ്മിറ്റികൾ വേറെയുണ്ട്. അതിലെ നാഷണൽ ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാനും ഒക്കെ ഇദ്ദേഹമായിരുന്നു. അത് മൈനർ കമ്മിറ്റിയാണ്, അതിലേക്ക് നമ്മൾ പോകണ്ട. ഇപ്പോൾ ഈ 8 കമ്മിറ്റികൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഏതൊക്കെയാണ്? യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി. 3 കമ്മിറ്റിയും മേജർ കമ്മിറ്റികളാണ്. ചെയർമാൻ ഒരാൾ തന്നെയാണ്, ജവഹർലാൽ നെഹ്റു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ Dr. B.R. Ambedkar. Drafting committee is the most prominent committee appointed by Constituent Assembly. Then Provincial Constitution Committee Chairman Sardar Vallabhai Patel. അതുപോലെ Advisory Committee on Fundamental Rights, Minorities, Tribal and Excluded Area. Advisory Committee Chairman Sardar Vallabhai Patel. പിന്നെ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെയും സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെയും ചെയർമാനും ആര് തന്നെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഈ 8 മേജർ കമ്മിറ്റികളും അതിൻ്റെ ചെയർമാന്മാരും നിങ്ങളുടെ മനസ്സിൽ ഒന്ന് പതിപ്പിച്ച് വച്ചേക്കുക. ഇനി നമുക്ക് ഒരു കമ്മിറ്റി കൂടി വിശദമായി പഠിക്കേണ്ടതായിട്ടുണ്ട്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. എന്താ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമ്മൾ പറഞ്ഞു ദി മോസ്റ്റ് പ്രോമിനൻറ്റ് കമ്മിറ്റി അപ്പോയിൻറ്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ കീഴിൽ ഒരുപാട് കമ്മിറ്റികൾ, 22 കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞു, മേജറും മൈനറും ഒക്കെ ആയിട്ട്. ഇതിലെ എല്ലാത്തിലും വെച്ചും പ്രമുഖ സ്ഥാനത്തുള്ളൊരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് നമ്മൾ പറയുന്ന കരടു ഭരണഘടനാ സമിതി, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വാസ് ഫോംഡ് ഇൻ വിച്ച് ഡേ? വെരി ഇമ്പോർട്ടൻ്റ് ചോദ്യം. എന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത്? 1947 ഓഗസ്റ്റ് 29. കണ്ടോ? 1947 ഓഗസ്റ്റ് 29 എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തരമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പോലും നിലവിൽ വന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുമ്പോഴൊന്നും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടില്ല. അസംബ്ലി നിലവിലുണ്ട്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിലവിലുണ്ട്, പക്ഷേ നമുക്ക് എന്തായിട്ടില്ല? ഭരണഘടന ആയിട്ടില്ല. പിന്നെ 2 വർഷം കൂടി കഴിയുമ്പോൾ 49ലാണ് ഭരണഘടന ആകുന്നത്. ആ ഡേറ്റിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യാനന്തരമാണ് ഇമ്പോർട്ടൻ്റ് കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പോലും നിലവിൽ വരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വാസ് ഫോംഡ് ഇൻ 1947 ഓഗസ്റ്റ് 29. ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ
ഇത് എല്ലാ പരീക്ഷകളുടെയും ചോദ്യമാണ്. ഹു വാസ് ദി ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി? ഡോക്ടർ BR അംബേദ്കർ. അംബേദ്കറെ കുറിച്ച് 1-2 പോയിന്റുകൾ കൂടി ഞാൻ പറഞ്ഞിട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് തിരിച്ചു വരാം. കാരണം അതെല്ലാം നിങ്ങൾ മനസ്സിലുണ്ടാകണം. അംബേദ്കറെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അംബേദ്കർ എന്നാ ജനിച്ചത്? ഇൻ ദി ഇയർ 1891 ഏപ്രിൽ 14 ആണ്. മറക്കരുതേ, 1891 ഏപ്രിൽ 14. സോ അംബേദ്കർ ജയന്തി ഈസ് ഏപ്രിൽ 14. ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അംബേദ്കർ ജയന്തി ഏപ്രിൽ 14. ആ ഡേ നമ്മൾ എന്തായി സെലിബ്രേറ്റ് ചെയ്യുന്നു? എന്ത് നാഷണൽ ഡേ ആണ്? അതുകൂടി ഒന്ന് ഓർമ്മിച്ചോളുക. അംബേദ്കർ ജയന്തി ഏപ്രിൽ 14 ഈസ് സെലിബ്രേറ്റഡ് ആസ് നാഷണൽ വാട്ടർ ഡേ, ദേശീയ ജലദിനം. എന്നാൽ വേൾഡ് വാട്ടർ ഡേ ആണ് കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാർച്ച് 22 ആണ്, മാർച്ച് 22. അപ്പോൾ അംബേദ്കർ ജയന്തി എന്നറിയപ്പെടുന്ന അംബേദ്കറുടെ ബർത്ത്ഡേ ആയ ഏപ്രിൽ 14 നമ്മൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? നാഷണൽ വാട്ടർ ഡേ, ദേശീയ ജലദിനമായി നമ്മൾ ആചരിക്കുന്നു. ഓർത്തുകൊള്ളുക. ഇനി അംബേദ്കറിലേക്ക് ഒന്നുകൂടി വിശദമായിട്ട് വരേണ്ടിയിരിക്കുന്നു. അംബേദ്കർ, ഞാൻ പറയുന്ന പോയിന്റുകൾ ഒന്ന് മനസ്സിൽ പതിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുക. അംബേദ്കർ ആദ്യം പറയേണ്ടത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ, ആർക്കിടെക്ട് ഓർ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ നിയമമന്ത്രി, ദി പേഴ്സൺ ഹൂ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഓൾ റൗണ്ട് ടേബിൾ കോൺഫറൻസ്, എല്ലാ വട്ടമേശാ സമ്മേളനങ്ങളിലും പങ്കെടുത്തവ. ഇതെല്ലാം ചോദ്യങ്ങളാണ്. ഈ പറയുന്ന പോയിന്റുകളെല്ലാം OMR ചോദ്യങ്ങളായിട്ട് നിങ്ങൾ എടുക്കണം. എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ, ആർക്കിടെക്ട് ഓർ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ, ദി പേഴ്സൺ ഹൂ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഓൾ റൗണ്ട് ടേബിൾ കോൺഫറൻസ്. തീർന്നില്ല. ഹി ഈസ് ആൾസോ നോൺ ആസ് മോഡേൺ മനു, മോഡേൺ ബുദ്ധ ആൻഡ് ഇന്ത്യൻ ജെഫേഴ്സൺ. 3 പേരുകളും ഓർത്തു വെച്ചോളുക. അംബേദ്കർ ഈസ് ആൾസോ നോൺ ആസ് മോഡേൺ മനു. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ട് ഹു ഈസ് നോൺ ആസ് മോഡേൺ മനു? ഡോക്ടർ BR അംബേദ്കർ. വൈ ഈസ് കോൾഡ് മോഡേൺ മനു? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മോഡേൺ മനു എന്ന് വിളിക്കുന്നത്? ഇന്ത്യയുടെ ആദ്യത്തെ നിയമസംഹിത എന്നറിയപ്പെടുന്നത് മനുസ്മൃതിയാണ്. പ്രാചീന ഇന്ത്യയിൽ കോടതി വ്യവഹാരങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് മനുസ്മൃതിയാണ്. ആ മനുസ്മൃതിയെ ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് തീ കത്തിച്ചത് അംബേദ്കറാണ്. തീ കൊളുത്തിയിട്ട് ആ സമ്മേളനത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കൈകളിൽ തുല്യനീതി ഉറപ്പുവരുത്തുന്ന, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉറപ്പുവരുത്തുന്ന, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ലാത്ത ഒരു നിയമ സംഹിത എത്തിച്ചേരും താമസിയാതെ. ആ പ്രഖ്യാപനത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ത്യൻ ഭരണഘടന. ഓർക്കുക. എന്തിനാ മനുസ്മൃതി കത്തിച്ചത്? കത്തിക്കപ്പെടേണ്ട ഗ്രന്ഥം തന്നെയാണത്. എന്തുകൊണ്ട്? ഇത്രയും കാലത്തെ പുറകോട്ടടിക്കുന്ന, ഇത്രയും സ്ത്രീ വിരുദ്ധത നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു ഗ്രന്ഥമില്ല. ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. നിങ്ങൾക്കറിയാം, അതിൽ പറഞ്ഞിരിക്കുന്നു സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നല്ല, വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിതാ രക്ഷത് കൗമാരെ ഭർത്താ രക്ഷത് യൗവനെ രക്ഷന്ത വാർത്തകേ പുത്ര ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീക്ക് സ്വാതന്ത്ര്യമേ പാടില്ല എന്ന് പറഞ്ഞു. എങ്ങനെ കത്തിക്കാതിരിക്കും? അംബേദ്കർ മാത്രമല്ല, ഇപ്പോഴും നമ്മുടെ ഫെമിനിസ്റ്റുകളൊക്കെ വലിച്ചു കയറി കത്തിക്കുന്നുണ്ട് ആ ഗ്രന്ഥം, സ്ത്രീയെ അപമാനിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ? പോട്ടെ. അപ്പോൾ നമ്മൾ അംബേദ്കറിലേക്ക് തിരിച്ചു വരാം. ആർക്കിടെക്ട് ഓഫ് Indian Constitution, drafting committee chairman, first law minister of independent India, the person who participated in all round table conference. He is also known as modern Manu, modern Buddha, ഇന്ത്യൻ ജെഫേഴ്സൺ. മനു എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം, മോഡേൺ മനു, ആധുനിക മനു എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. ആധുനിക ബുദ്ധൻ എന്ന് വിളിക്കുന്ന കാര്യം എന്താണ്? അവസാന ഘട്ടത്തിൽ അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു ഒരുപാട് അനുയായികളുമായിട്ട്. അപ്പം മോഡേൺ ബുദ്ധൻ ആയി മാറി. പിന്നെ അദ്ദേഹത്തെ ഒരു പേരൂടെ വിളിക്കുന്നുണ്ട്, ഇന്ത്യൻ ജെഫേഴ്സൺ. ആരാണ് ജെഫേഴ്സൺ എന്ന് നിങ്ങൾക്കറിയാം. അമേരിക്കയിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ തോമസ് ജെഫേഴ്സൺ. ഇവിടെ ഭരണഘടനയിലൂടെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം അംബേദ്കർ നടത്തിയപ്പോൾ അദ്ദേഹത്തെ തോമസ് ജെഫേഴ്സണോട് ഉപമിച്ചിട്ട് നമ്മൾ ഇന്ത്യൻ ജെഫേഴ്സൺ എന്ന പേരിൽ അദ്ദേഹത്തെ വിളിച്ചു.
മറക്കരുത്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഈ പോയിന്റുകൾ മാത്രമല്ല, ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ആരംഭിച്ചൊരു സഭയുടെ പേരുകൂടി നിങ്ങൾ ഓർത്തു വയ്ക്കുന്നത് നല്ലതായിരിക്കും. ബഹിഷ്കൃത ഹിതകാരിണി സഭ വാസ് ഫോംഡ് ബൈ ഡോക്ടർ B.R. അംബേദ്കർ in the year 1924 for the purpose of upliftment of weaker section and untouchables. രാജ്യത്ത് അയിത്തജാതിക്കാർക്കും വളരെ ദുർബല വിഭാഗങ്ങൾക്കും അല്ലെങ്കിൽ അരികോൽക്കരിക്കപ്പെട്ടു പോയ വിഭാഗങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് 1924 അദ്ദേഹം രൂപീകരിച്ച ഒരു സംഘടനയുടെ പേരാണ് ബഹിഷ്കൃത ഹിതകാരിണി സഭ. ചോദ്യം വന്നിട്ടുണ്ട്, ഹു ഈസ് ദി ഫൗണ്ടർ ഓഫ് ബഹിഷ്കൃത ഹിതകാരിണി സഭ? ഡോക്ടർ B.R. അംബേദ്കർ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ 2 പ്രസിദ്ധങ്ങളായ പബ്ലിക്കേഷനും കൂടി നിങ്ങൾ ഓർക്കുക. ദി പബ്ലിക്കേഷൻ മെയ്ഡ് ബൈ അംബേദ്കർ ഒരുപാടുണ്ട്. 2 പേര് നിരവധി തവണ പരീക്ഷകൾക്ക് ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു. ബഹിഷ്കൃത ഭാരത് ഒരെണ്ണത്തിൻ്റെ പേര് ബഹിഷ്കൃത ഭാരത്, മറ്റത് മൂക്ക് നായക്. ബഹിഷ്കൃത ഭാരത്, മൂക്ക് നായക്. ദി പബ്ലിക്കേഷൻ സ്റ്റാർട്ടഡ് ബൈ ഡോക്ടർ B.R. അംബേദ്കർ. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് നമ്മൾ പറയേണ്ടി വരും. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. എങ്കിലും പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു 4-5 കൃതികളുടെ പേരുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അംബേദ്കറുടെ പ്രസിദ്ധമായ കൃതികൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? വാട്ട് ഗാന്ധി ആൻഡ് കോൺഗ്രസ് ഡൺ ടു അൺടച്ചബിൾസ്, അൺടച്ചബിൾ കാസ്റ്റ് ഇൻ ഇന്ത്യ, ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ, പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, തോട്ട്സ് ഓൺ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികളാണ്. ഞാൻ ഒന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചുകൊള്ളുക. വേണമെങ്കിൽ ഇതൊക്കെ ചോദിക്കാവുന്നതാണ്. നോക്കൂ, അതുപോലെ തന്നെ ഹി ഗോട്ട് ഭാരതരത്ന അവാർഡ് ഇൻ ദി ഇയർ 1990 ആണ്. 1990 പോസ്തുമസ്ലി എന്നൊക്കെ നമ്മൾ പറയും. എന്താണ്? മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് ഈ ബഹുമതി കിട്ടിയത്. ഭാരതരത്ന, ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ അവാർഡായ ഭാരതരത്ന ലഭിച്ചത് മരണാനന്തര ബഹുമതിയായിട്ട് 1990 മനസ്സിലാകുന്നുണ്ടല്ലോ. എന്നാണ് അദ്ദേഹം മരിക്കുന്നത്? ചരമദിനവും കൂടെ ഓർമ്മിച്ചോളുക. ഇൻ ദി ഇയർ 1956 December 6. അപ്പം അദ്ദേഹത്തിൻ്റെ ഡെത്ത് ഡേറ്റ് എന്ന് പറയുന്നത് December 6. ബർത്ത്ഡേ April 14. ഇത് ഡിസംബർ. April 14 എന്താണ്? നാഷണൽ വാട്ടർ ഡേ. അപ്പം December 6 എന്താണ്? മഹാപരിനിർവാൺ ദിവസ്. മഹാപരിനിർവാൺ ദിനം അല്ലെങ്കിൽ പരിനിർവാൺ ദിവസ് എന്നാണ് ഈ ദിവസത്തെ. മഹാപരിനിർവാൺ ദിവസ് എന്നാണ് December 6. ഇനി റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് അംബേദ്കർ, അംബേദ്കർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലവും കൂടി ഒന്ന് ഓർമ്മിച്ചുകൊള്ളുക. ചൈത്യഭൂമി എന്നാണ് അതിൻ്റെ പേര്. ചൈത്യഭൂമി. ഇത്രയും കാര്യങ്ങൾ ഓർത്തോളൂ. ഞാൻ ഇച്ചിരി കൂടുതൽ പറഞ്ഞോ എന്നെനിക്ക് അറിയില്ല, പക്ഷെ ഒന്നും ആവശ്യമില്ലാത്ത ഞാൻ പറഞ്ഞിട്ടില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് വേണ്ടതേ പറഞ്ഞിട്ടുള്ളൂ. അംബേദ്കറെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല, ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അതിലേക്കൊന്നും പോകണ്ട. നമുക്കൊരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് അംബേദ്കറെ കുറിച്ചുള്ള കുറച്ച് പോയിന്റുകൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് മനസ്സിൽ ഓർമ്മ വന്നതും അല്ലെങ്കിൽ പറയണമെന്ന് തോന്നിയതും ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനോടൊപ്പം അതുകൂടി ഒന്ന് മനസ്സിൽ വെച്ചോളുക. അതൊന്നും നമുക്ക് വിശദമായിട്ട് ഞാനിവിടെ അക്കാര്യങ്ങളൊന്നും നോട്ട് കൊടുത്തിട്ടില്ല. കാരണം അതൊക്കെ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് പറയുന്നതല്ല. ഒരു അംബേദ്കറെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നത് ഞാനങ്ങ് പറഞ്ഞു പോയതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഗുണകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് തിരിച്ചു വരാം. ദി മോസ്റ്റ് പ്രോമിനന്റ് കമ്മിറ്റി അപ്പോയിന്റഡ് ബൈ Constituent Assembly. Drafting Committee was formed in the year 1947, August 29. Chairman of Drafting Committee, Dr. B.R. Ambedkar. Drafting Committee consisted of 7 members. മൊത്തം 7 അംഗങ്ങൾ. നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? 7 അംഗങ്ങളാണ്, ഇൻക്ലൂഡിങ് ചെയർമാൻ അംബേദ്കർ ഉൾപ്പെടെ 7 അംഗങ്ങളാണ്. നമുക്ക് തുടങ്ങാം. ഡോക്ടർ B.R. അംബേദ്കർ, N. ഗോപാലസ്വാമി അയ്യങ്കാർ, മറ്റൊരാളുടെ പേര് N. ഗോപാലസ്വാമി അയ്യങ്കാർ, അലാഡി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള. 5 പേര് കിട്ടിയില്ലേ നിങ്ങൾക്ക്? 7 അംഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഡോക്ടർ B.R. അംബേദ്കർ, N. ഗോപാലസ്വാമി അയ്യങ്കാർ, അലാഡി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള. 5 പേരായി. ഇനി എത്ര പേര് പഠിക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം 2 എന്നാണ്.
പോരാ, 4 പേരെ പേര് പഠിക്കണം. അതെന്തുകൊണ്ടാണ്? 2 പേര് ഇടയ്ക്ക് വെച്ച് മാറിപ്പോയി, പകരം 2 പേര് വന്നു. BL മിത്തർ, ഹി വാസ് റീപ്ലേസ്ഡ് ഡ്യൂ ടു ഹിസ് ഇൽ ഹെൽത്ത്. അനാരോഗ്യം കൊണ്ട് ഇടയ്ക്ക് വെച്ച് അദ്ദേഹം മാറിപ്പോയി, പകരം വന്നത് N മാധവറാവു. അപ്പോൾ വേണമെങ്കിൽ ചോദ്യം വരാം, ദി മെമ്പർ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി BL മിത്തർ വാസ് റീപ്ലേസ്ഡ് ബൈ ഹൂം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധവറാവു, N മാധവറാവു. അടുത്ത ഒരാൾ DP കെയ്താൻ, ഹി ഡൈഡ് ഇൻ 1948, 1948 മരണപ്പെട്ടു പോയി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമായിരിക്കെ മരണപ്പെട്ടു പോയ ഒരാളാണ് DP കെയ്താൻ. ഹി വാസ് റീപ്ലേസ്ഡ് ബൈ TT കൃഷ്ണമാചാരി. ക്ലാസിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കൃഷ്ണമാചാരി കൂടി വരാനുണ്ടെന്ന് പറഞ്ഞു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ. ദാ വന്നു കഴിഞ്ഞു. DP കെയ്താൻ വാസ് റീപ്ലേസ്ഡ് ബൈ TT കൃഷ്ണമാചാരി. മറ്റതാരായിരുന്നു? വൈസ് ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്വൻ്റ് അസംബ്ലി, അത് VT കൃഷ്ണമാചാരി ആയിരുന്നു. മാറിപ്പോകരുത്, ഓർത്ത് വയ്ക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ 7 അംഗങ്ങളുടെ പേര് നിങ്ങളുടെ മനസ്സിലുണ്ടാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം പെട്ടെന്ന്. ഡോക്ടർ BR അംബേദ്കർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, അലാഡി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, BL മിത്തർ, ഹി വാസ് റീപ്ലേസ്ഡ് ബൈ N മാധവറാവു. DP കെയ്താൻ, ഹി വാസ് റീപ്ലേസ്ഡ് ബൈ TT കൃഷ്ണമാചാരി. ആ പേരുകൾ ഒന്നുകൂടി ഒന്ന് നോക്കിക്കോളൂ നിങ്ങൾ. ആ 5 പേര് ഇവിടെയായി നോക്കൂ. എന്നിട്ട് 2 പേര് മിത്തർ, ഹി വാസ് റീപ്ലേസ്ഡ് ബൈ N മാധവറാവു. DP കെയ്താൻ, ഹി വാസ് റീപ്ലേസ്ഡ് ബൈ എന്നാണ്. ആരാണ് റീപ്ലേസ്ഡ് ബൈ? TT കൃഷ്ണമാചാരി. അങ്ങനെ ഇവരെല്ലാം കൂടെ ചേർന്ന് ഡ്രാഫ്റ്റ് തയ്യാറാക്കി. ഡ്രാഫ്റ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ വിച്ച് ഡേ എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് പ്രസിദ്ധപ്പെടുത്തിയത്. ഡ്രാഫ്റ്റ് തൊട്ടടുത്ത വർഷം 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വാസ് ഫോംഡ്. അത് തൊട്ടടുത്ത വർഷം ഇൻ ദി ഇയർ 1948 കമ്മിറ്റി നിലവിൽ വന്നു. 1948 ഡ്രാഫ്റ്റ് വാസ് പബ്ലിഷ്ഡ്. മറക്കരുത്. അത് എന്തുകൊണ്ടാണ് അവിടെ മാസവും തീയതിയും പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ടാണ് 48 ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തത്. ഒരു ഡേറ്റ് വേണമെങ്കിൽ ഞാൻ പറയാം. ന്യൂസ് പേപ്പറിലൊക്കെ പബ്ലിഷ് ചെയ്ത ഡേറ്റ് 1948 ഫെബ്രുവരി 28 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡ്രാഫ്റ്റ് വാസ് പബ്ലിഷ്ഡ്. ആ ഡേറ്റൊക്കെ ചിലപ്പം ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡ്രാഫ്റ്റ് വാസ് പബ്ലിഷ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഡേറ്റ് ഇതാണ്, 1948 ഫെബ്രുവരി 28 എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാവുന്നതാണ്. അങ്ങനെ ഡ്രാഫ്റ്റ് എല്ലാം പബ്ലിഷ് ചെയ്തു. ഈ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ മുമ്പിൽ വന്നു. ദീർഘമായ ചർച്ചകളിലൂടെ അസംബ്ലി ഡിസ്കസ്ഡ് ഇറ്റ് അറ്റ് വെരി ലെങ്ത്. വളരെ ദീർഘമായ ചർച്ച. അസംബ്ലിയിലൊക്കെ എല്ലാം അങ്ങനെയാണ്. അസംബ്ലിയിൽ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഒരു കാര്യം തീരുമാനമെടുക്കുന്നത് ഒരുപാട് ചർച്ചകളിലൂടെ, പല വാദപ്രതിവാദങ്ങളിലൂടെ ഒക്കെയാണ് ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ അസംബ്ലി എന്ത് ചെയ്തു? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് officially approved. Indian Constitution was officially approved in 1949 November 26th. ഈ ഡേറ്റ് മറക്കേ ചെയ്യരുത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഒഫീഷ്യലി അപ്രൂവ്ഡ് ഇൻ 1949 നവംബർ 26th. ഇന്ത്യൻ ഭരണഘടന ഔപചാരികമായി അംഗീകരിക്കപ്പെട്ട ദിവസം. ഇത് ഒരു കാരണവശാലും മറക്കരുത്. അടുത്ത ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഒരു പ്രധാന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണിത്. ഏത്? പ്രിയാമ്പിൾ പഠിക്കുമ്പം ദി വൺ ആൻഡ് ഓൺലി ഡേറ്റ് മെൻഷൻഡ് ഇൻ പ്രിയാമ്പിൾ, ആമുഖത്തിൽ ഉൾപ്പെട്ട ഏക തീയതി എന്ന് ചോദിച്ചാൽ അതും 1949 നവംബർ 26th. ഈ നവംബർ 26th മാത്രം ഞാൻ ഇങ്ങെടുക്കുകയാണ്. ഒരു 3-4 ചോദ്യങ്ങളുടെ ഉത്തരമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭരണഘടനാ ദിനം. നാഷണൽ ലീഗൽ ഡേ, ദേശീയ നിയമദിനം. നാഷണൽ മിൽക്ക് ഡേ, ദേശീയ ക്ഷീരദിനം. ഇനി വേണമെങ്കിൽ കേരളത്തിൻ്റെതായ ഒരു ദിനം കൂടി അടുത്ത കാലത്ത് നമ്മൾ നവംബർ 26 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡവറി പ്രൊഹിബിഷൻ ഡേ. അതായത് ആ ഡൗറി പ്രൊഹിബിഷൻ ഡേ ഇൻ കേരള എന്ന് തന്നെ പറയാം. കേരളത്തിൽ സ്ത്രീധന നിരോധന ദിനമായിട്ട് കൂടി നമ്മളത് ആചരിക്കുന്നുണ്ട്. 4 പോയിന്റുകൾ ഓർക്കൂ നിങ്ങൾ.
കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഓഫ് ഇന്ത്യ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടായ ദിവസമായതുകൊണ്ട്. നാഷണൽ ലീഗൽ ഡേ എന്തുകൊണ്ട് പറയുന്നു? ഇന്ത്യ ദേശത്തിനൊരു നിയമസംഹിത ഉണ്ടായ ദിവസമായതുകൊണ്ട്. നാഷണൽ ലീഗൽ ഡേ, നാഷണൽ ഒരു ലീഗൽ സംവിധാനം ഉണ്ടായത്, അതായത് ഒരു ഭരണഘടന ഉണ്ടായതുകൊണ്ട് നാഷണൽ ലീഗൽ ഡേ. നാഷണൽ മിൽക്ക് ഡേ എന്ന് പറയാൻ കാരണം എന്താണ്? അതൊരു കാര്യം നിങ്ങൾ ഓർക്കണം. ഇന്ത്യയെ പാൽ ഉൽപാദനത്തിലും പാൽ കയറ്റുമതിയിലും ലോകരാഷ്ട്രങ്ങളുടെ മുൻനിരയിലെത്തിച്ചൊരു മനുഷ്യനുണ്ട്, ഡോക്ടർ വർഗീസ് കുര്യൻ. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നവംബർ 26. അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി നവംബർ 26 നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നു. വേൾഡ് മിൽക്ക് ഡേ ജൂൺ 1 ആണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ. നിങ്ങൾ കേട്ടിട്ടുണ്ട്, മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ, ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ധവള വിപ്ലവത്തിൻ്റെ പിതാവെന്നും ഇന്ത്യയിലെ പാൽക്കാരനെന്നൊക്കെ വിളിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് നവംബർ 26. ഇനി കേരളത്തിൽ സ്ത്രീധന നിരോധന ദിനം, ഡവറി പ്രൊഹിബിഷൻ ഡേ ഇൻ കേരള എന്നുകൂടി അത് പറഞ്ഞോളൂ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഒഫീഷ്യലി അപ്രൂവ്ഡ് എന്ന് പറയുമ്പോഴാണ്, അല്ലെങ്കിൽ അഡോപ്റ്റഡ്, ആ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഒഫീഷ്യലി അപ്രൂവ്ഡ് ഓർ അഡോപ്റ്റഡ് ഓർ എനാക്റ്റഡ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 1949 നവംബർ 26. ബട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് എന്നോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് എൻഫോഴ്സ്ഡ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 1950 ജാനുവരി 26. 1950 ജാനുവരി 26 എന്ന് തന്നെ നിങ്ങൾ പറയണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ സുഹൃത്തുക്കളെ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. പക്ഷേ ഒരുപാട് ലെങ്തിയായി ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അലോസരം ഉണ്ടാക്കും. അതുകൊണ്ട് ഇവിടെ വച്ച് ഈ പാർട്ട് ഞാൻ നിർത്തുകയാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സെക്കൻഡ് പാർട്ടിൽ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അപ്പോൾ ഇതുവരെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ നിങ്ങൾ സഹകാരി റൈസ് പ്ലസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളെ അറിയിക്കുക. എന്തെങ്കിലും മാറ്റം വരുത്തണം, എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ക്ലാസ്സുകളിൽ മാറ്റം വരുത്തണമെന്ന് ഒരു നിർദ്ദേശം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് മാറ്റം വരുത്താൻ സന്നദ്ധനാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, തളരാത്ത ആത്മബലവും തകരാത്ത നിശ്ചയദാർഢ്യവും നിലയ്ക്കാത്ത പരിശ്രമവുമായി സഹകാരി റൈസ് പ്ലസിനോടൊപ്പം നിങ്ങളുടെ വിജയയാത്ര തുടരുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.